എന്തെങ്കിലുമൊക്കെ വിളിച്ച് സങ്കടങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയണേ ഇതിനോടായിരുന്നു, സന്തോഷം പറയണേ ഇതിനോടായിരുന്നു. പോയ പിന്നെ സത്യത്തിൽ എനിക്ക് ഒരു രീതിക്കുള്ള റിവ്യൂ ഉണ്ടായിരുന്നില്ല. മരിച്ചെടുക്കണ കാണാൻ പോയില്ല ഞാൻ. നമ്മുടെ ലൈഫിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട പലരും നമ്മളെ വിട്ട് പോയിട്ടുണ്ടാവും. അതിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഗേൾ ഫ്രണ്ട് ആയിക്കോട്ടെ, ബോയ് ഫ്രണ്ട് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് വെച്ച ആൾക്കാരൊക്കെ പലരും നമ്മളെ വിട്ട് പോയിട്ടുണ്ടാവും. പല അവസ്ഥയിൽ കൂടെ നമ്മുടെ ലൈഫിനകത്ത് കൂടെ നമ്മൾ കടന്നു പോകേണ്ട ഒരു അവസ്ഥ വന്നേക്കാം അവർ വിട്ടു പോകുന്നത് കൊണ്ട്. പക്ഷേ ഇങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം കൊണ്ട് വിട്ടു പോയേക്കണതെന്നൊക്കെ പറഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഭാവിയിൽ ചിലപ്പോൾ അവർ തിരിച്ചു വന്നേക്കാം, അല്ലെങ്കിൽ നമ്മൾ അവരെ പിന്നെയും കാണാനായിട്ട് ഇടയായേക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അവസ്ഥ വന്നേക്കാം. പിന്നെ പക്ഷേ ഒരു മരണം അതേപോലെ ഒരു ഫാക്ടർ കൊണ്ടാണ് അവർ നമ്മളെ വിട്ടു പോകണമെങ്കിൽ അങ്ങനെ ഒരാൾ പിന്നെ തിരിച്ചു വരില്ല നമ്മുടെ ലൈഫിനകത്തേക്ക്. അതെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക അതൊരു വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ്. ആ ഒരു ഫീലിംഗിൽ കൂടെ അനുഭവിച്ചേക്കുന്നവർക്ക് അറിയാൻ പറ്റും. കാര്യം അങ്ങനെ ഒരാൾ അത്രയും നാൾ നമ്മുടെ ലൈഫിനകത്ത് ഉണ്ടായിരുന്ന ഒരാൾ ഇനി ഇല്ല. അതായത് എന്ന് നമ്മൾ കണ്ടിട്ടിരുന്നൊരു മോഹം പിന്നെ നമുക്ക് കാണാൻ പറ്റൂല എന്ന് പറയുന്നത് അതൊരു വേറൊരു ഫീലിംഗ് ആണ്. അപ്പം ഞാനിപ്പോൾ ഈ യൂട്യൂബിനകത്ത് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ ഒരു ചാനൽ, അതായത് മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ് എന്ന് പറഞ്ഞ ചാനൽ. അപ്പോൾ ഈ ഒരു ചാനലിനകത്ത് ലിറ്ററലി പറഞ്ഞ ഒറ്റ വീഡിയോ ഞാൻ അതിന് മുമ്പ് കണ്ടിട്ടില്ല, ആ ചാനലും കണ്ടിട്ടില്ല, അതിനകത്ത് ആ പറയുന്ന ഈ പുള്ളിക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു വീഡിയോ റാൻഡായിട്ട് എൻ്റെ ഫീഡിനകത്തേക്ക് വന്നു. പക്ഷെ അത് കണ്ടു നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കട്ടോ. അതിൻ്റെ മുമ്പ് ഇതെന്റെ വല്യമ്മയാണ് കേട്ടോ, ഇതെന്റെ വല്യമ്മയാണ്. ഇന്ന് ഞാൻ ഇത്രയും നാളായിട്ട് പറയാത്ത ഒരു കാര്യമുണ്ട്. ഇത് എന്താ പറയാ, കാണാൻ പറ്റുണ്ടോ? ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാനായിട്ട് ചെയ്യിപ്പിച്ചാണ്. എനിക്ക് സ്വന്തമായിട്ട് വീട് വെക്കുമ്പോൾ അതിനകത്ത് തൂക്കാൻ വേണ്ടി. പിന്നെ വല്യമ്മയും അച്ചാച്ചി അമ്മയും അനിലും എൻ്റെ മമ്മിയും പപ്പയും എൻ്റെ അനിയനും ഞാനും ഉച്ചാനും ഒക്കെ ഉള്ള വലിയൊരു ഫോട്ടോ ഉണ്ട് കേട്ടോ. അപ്പം അതും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് സ്വന്തമായിട്ട് വീടൊക്കെ ആകുമ്പോൾ തൂക്കാൻ വേണ്ടിയിട്ട്. ഇത് എൻ്റെ ജീവന്റെ പകുതിയാണ് കേട്ടോ. എനിക്ക് എൻ്റെ മമ്മീനേക്കാളും ഇഷ്ടം എൻ്റെ വല്യമ്മേനെയായിരുന്നു. എന്നെ ഇനി കൊണ്ടുപോകാത്ത സ്ഥലങ്ങളില്ല. എന്നെ എനിക്ക് എല്ലായിരുന്നു. എൻ്റെ മമ്മീനെയും പപ്പേനേക്കാളും എനിക്ക് ഇഷ്ടമായിരുന്നു. എൻ്റെ ജീവന്റെ പകുതിയായിരുന്നു. ഇത് പോയ പിന്നെയാണ് ഞാൻ പകുതി മുക്കാലും റിലേ പോയി കിടക്കണേ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിനകത്ത് ഇതേപോലെ ഒരാളുണ്ടാവും. കാര്യം നമ്മൾ അത്രയും സ്നേഹിച്ചിരുന്ന ഒരാൾ. പക്ഷേ ഈ പുള്ളിക്കാരിയുടെ കേസ് പറയുകയാണെങ്കിൽ അത് ഈ പുള്ളിക്കാരിയുടെ ഭർത്താവിന്റെ അമ്മയാണ്. അപ്പൊ ഈ ഭർത്താവിന്റെ അമ്മേനോട് നമ്മളിപ്പോൾ പല സ്ഥലത്തും നമ്മൾ കേട്ടേക്കണമെന്ന് പറഞ്ഞാൽ ഈ അമ്മായിയമ്മ പോര് അതേപോലെയുള്ള സംഭവങ്ങളാണ് നമ്മൾ കൂടുതൽ ഈ അമ്മായിയമ്മ മരുമോൾ എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ കേട്ടേക്കണം. പക്ഷെ ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. കാര്യം ഇവർ അത്രയും പുള്ളിക്കാരി പറയണതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ അമ്മേനേക്കാളും അച്ഛനേക്കാളും പുള്ളിക്കാരിക്ക് ഇഷ്ടം ഈ അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരനാണെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിനകത്ത് ഇപ്പം എനിക്ക് അങ്ങനെ ഒരാളാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മാമേനെ വേണമെങ്കിൽ പറയാം. കാര്യം അമ്മാമ്മ അത്രയും നാളെൻ്റെ കൂടെ ഉണ്ടായിട്ട് ഒരു ദിവസം അമ്മാമ്മ അങ്ങ് മരിച്ചു പോയപ്പോഴത്തേക്കും അതുണ്ടാക്കിയൊരു ഫീലിംഗ് ഉണ്ടായി. കാര്യം ആ ഒരു നമ്മൾ പിന്നെ വീട്ടിനകത്ത് തന്നെ ഇപ്പം അമ്മാമ്മ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കിടന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ വിളിയൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ ഭയങ്കര ഇതൊക്കെ ആയിട്ട് തോന്നിയെങ്കിലും പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു വിളി കേൾക്കാണ്ടായപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫീലിംഗ് എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. കാര്യം പിന്നെ ഒരു നിശബ്ദതയായിരുന്നു വീട്ടിനകത്തിരിക്കുമ്പോൾ തന്നെ. കാര്യം ആ ഒരു വിളി ഇല്ല. അതൊരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരി പറയണതെന്ന് പറഞ്ഞാൽ അതായത് അമ്മായിയമ്മ വിട്ടു പോയപ്പോഴാണ് ആ ഒരു കാര്യം പുള്ളിക്കാരിയുടെ ആ ഒരു റിലേ തന്നെ പോയതെന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരി പറയണത്. നമുക്ക് ബാക്കിയുണ്ടോ? എന്തെങ്കിലുമൊക്കെ വിളിച്ച് സങ്കടങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയണേ ഇതിനോടായിരുന്നു, സന്തോഷം പറയണേ ഇതിനോടായിരുന്നു. പോയ പിന്നെ സത്യത്തിൽ എനിക്ക് ഒരു രീതിക്കുള്ള റിവ്യൂ ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ വല്യമ്മ മരിച്ച് കിടക്കുന്ന ഒരു രൂപം ഇല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ മരിച്ചിട്ടില്ല എന്നാണ്. ഇച്ചായൻ എപ്പോഴും പറയും ഞാനല്ല ഇച്ചായൻ മരിപ്പിനൊന്നും പോകത്തില്ല എന്ന്. ഇച്ചായൻ മരിപ്പിന്റെ ആവശ്യങ്ങൾക്കൊന്നും മിക്കതും ഇച്ചായൻ പോവാറില്ല കേട്ടോ. അപ്പൊ ഇച്ചായൻ പറയും എനിക്ക് ആ ആള് മരിച്ചു കിടക്കണ കാണാൻ താല്പര്യമില്ലാന്ന്. എനിക്കും അതുപോലെ തന്നെ മരിച്ചു കിടക്കണ കാണാൻ പോയില്ല ഞാൻ.
അത് ശരിക്കും അത് എനിക്ക് ഫീൽ ആയിട്ടാ. കാര്യം മരിച്ചു കിടക്കണ കാണാനായിട്ട് പുള്ളിക്കാരി പോയില്ല എന്നാ പറയണത്. അത് നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട ഒരാൾ മരിച്ചു കിടക്കണത് കാണാനായിട്ട് ഇപ്പൊ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് പേഴ്സണലി എനിക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. എനിക്കിപ്പോ നമുക്ക് ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല, ആര് മരിച്ചു കിടക്കുന്ന ഒരു മരണ വീട്ടിനകത്തേക്കൊക്കെ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം എനിക്കെന്തോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എങ്ങനെ അതെനിക്കെന്തോ പറ്റൂല. അപ്പൊ ഇങ്ങനെ ഒരു സംഭവമാണ് പുള്ളിക്കാരി പറയുന്നത്. കാര്യം പുള്ളിക്കാരിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരാളാണ് മരിച്ചത്, പക്ഷേ പുള്ളിക്കാരി അവിടെ പോയില്ല. അതിപ്പോ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ അത് തന്നെ പറയുന്ന അവിടെ പോയില്ല. അത് ചിലർക്ക് അങ്ങനെ ആയിക്കോട്ടെ. കാര്യം അത് ഇപ്പൊ മിക്കവരും നമ്മുടെ വീട്ടുകാർ തന്നെ പറയും, നീ എന്താണ് നിന്റെ അത്രയും വേണ്ടപ്പെട്ട ഒരാളായിട്ട് നീ പോവാത്തത് എന്നൊക്കെ വീട്ടുകാരൊക്കെ ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. പക്ഷെ നമുക്ക് മാത്രമേ അറിയുള്ളൂ നമ്മളെ ഏത് സിറ്റുവേഷനകത്ത് കൂടെയാണ് ആ ഒരു സമയത്ത് കടന്നു പോണേന്ന്. അത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. പിന്നെ വല്യമ്മ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസം നോക്കി അങ്ങോട്ട് പോയി. എനിക്കെന്താ സത്യത്തിൽ പറയണ്ടെന്നറിയില്ല. നിങ്ങൾക്ക് മുൻപത്തെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും, ഞാൻ കുറെ വീഡിയോസ് വല്യമ്മയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇഷ്ടം പോലെ വീഡിയോസ് ഞാൻ വല്യമ്മയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നത്. ഞാനൊരു എക്സാമിന് പോകുമ്പോൾ, ഞാനൊരു എന്തെങ്കിലും ഒരു പരിപാടിക്ക് മുമ്പ് എന്നെ പാട്ടിന് വിടാൻ വേണ്ടിയിട്ട് വീട്ടിൽ പറഞ്ഞത്, എന്നെ ഓരോ പരിപാടിക്ക് വിടാൻ വേണ്ടി വീട്ടിൽ പറഞ്ഞത്, ഒരു എക്സാം എഴുതുമ്പോൾ ഒരു 100 വട്ടം പ്രാർത്ഥിച്ചിട്ട് പറയും, മോളെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. വല്യമ്മ 3 നേരം 3 നേരം പ്രാർത്ഥിക്കുക. ഇത് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് തന്നെ അമ്മേനെ ഓർമ്മ വന്നു. അതായത് അമ്മയുടെ അമ്മ ഇപ്പോഴും ഉണ്ട്. അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട്, അതായത് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ ഉള്ള രീതിക്കൊക്കെ എപ്പോഴും സംസാരിക്കാറുണ്ട്. അപ്പൊ ഇടയ്ക്കൊക്കെ നമുക്കിത് കേൾക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു അരോചകമായിട്ട് തോന്നുമെങ്കിലും, പക്ഷെ നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കണം, നമ്മളെ പറ്റി ശരിക്കും പറഞ്ഞാൽ കെയർ ചെയ്യണത് അവരൊക്കെയാണ്. അല്ലാണ്ട് ഇപ്പൊ നമ്മുടെ ലൈഫിനകത്തേക്ക് ഇന്ന് വരുന്ന ഈ ഫ്രണ്ട്സും അതേപോലെ ഇന്ന് വരുന്ന വേറെ പല റിലേഷൻസ് ആണെങ്കിലും ഇതൊക്കെ ഇന്ന് വരും നാളെ പോയിത്രേ ഉള്ളൂ. പക്ഷെ ഇവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലാണ് ശരിക്കും ജെനുവൻലി നമ്മളെ പറ്റി കെയർ ചെയ്യണത്. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടിയും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനാണെങ്കിൽ അത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. അത് ഞാൻ ഇപ്പൊ പലപ്പോഴും ഞാൻ റിയലൈസ് ചെയ്യാറുള്ള ഒരു കാര്യം കേട്ടോ. കാര്യം അവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. ഇന്ന് വരുന്ന റിലേഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഭയങ്കര ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ഫുൾ ടൈമൊക്കെ അങ്ങോട്ട് കൊടുത്ത് നമ്മൾ ഇരിക്കും. പക്ഷെ ഇവരുടെ കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകും. അത് കഴിഞ്ഞിട്ട് ഇവരൊക്കെ നമ്മളെ വിട്ടു പോയി കഴിയുമ്പോഴേക്കും നമ്മൾ ആലോചിക്കണത്, അയ്യോ അന്ന് അവരുണ്ടായിരുന്നപ്പോഴത്തേക്കും ഞാൻ അവരെ മര്യാദയ്ക്ക് കെയർ ചെയ്തില്ല എന്ന് പിന്നെയൊക്കെ നമ്മൾ ചിന്തിക്കണത്. അപ്പൊ അതിന് ഈ റിഗ്രറ്റ് എന്ന് പറയുന്ന സാധനം വരത്താണ്ടിരിക്കാൻ നോക്കട്ടെ. പോയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എല്ലാവരോടും ദേഷ്യം, ഞാൻ ഒറ്റപ്പെട്ട ഫീൽ വന്നു. വല്യമ്മ പോയ സമയത്തും ഇച്ചായന്റെ ക്യാരക്ടർ ഭയങ്കര മോശമായിരുന്നു. ഇച്ചായൻ ഒരുവിധം ഭയങ്കര മോശമായിരുന്നു. അപ്പോ അത് എന്നെ ഒരുപാട് ഞാൻ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നല്ല ജീവനുള്ള ഫോട്ടോ ആയിട്ട് എനിക്ക് അയച്ചു തന്നെ. ഓക്കെ, അപ്പൊ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ചില ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോകുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ ആദ്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കാത്ത ഈ ഒരു പാർട്ടാണ് എനിക്ക് മെയിൻ ആയിട്ട് ഇതിനകത്ത് ടച്ചിങ് ആയിട്ട് തോന്നിയത്. ഈ പുള്ളിക്കാരിയുടെ വീഡിയോ മൊത്തം കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കണ്ണ് നിറഞ്ഞു പോകണ്ടോ എന്ന് വരെ തോന്നിപ്പോയി. കാര്യം എനിക്ക് സാധാരണ വീഡിയോകളൊന്നും കാണുമ്പോഴത്തേക്കും അങ്ങനെ തോന്നാത്തതാണ്. പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു ഫീല് വന്നു പെട്ടെന്ന്. പേടിയാ സത്യത്തിൽ. ഞാൻ മരിച്ചിട്ട് എല്ലാവരും മരിച്ചാൽ മതി, എനിക്ക് ആരും മരിക്കണ കാണാൻ വയ്യ. എനിക്ക് ആരും ഇങ്ങനെ എന്നെ വിട്ടിട്ട് ഞാനങ്ങ് ഇല്ലാണ്ടായി പോണ ഒരു ഫീലാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇച്ചാന്റെ അമ്മയുടെ അടുത്തൊക്കെ ഞാൻ പറയായിരുന്നു, ഞാൻ മരിച്ചിട്ടൊക്കെ നിങ്ങൾ മരിച്ചാൽ മതി, അങ്ങനെയൊന്നും നിങ്ങൾ മരിക്കില്ലാന്ന്. എന്നെ അങ്ങനെ എടുത്തിട്ടല്ല ആരാണെങ്കിലും. എനിക്കിതൊന്നും കണ്ടേക്കാനുള്ള ത്രാണിയും ശേഷി ഒന്നുമില്ല. പുള്ളിക്കാരി ഈ പറഞ്ഞൊരു കാര്യം എനിക്കും പേഴ്സണലി ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് ഒരിക്കലും നടക്കൂല. കാര്യം അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മൾ ഈ ലോകത്തുനിന്ന് പോയി കഴിഞ്ഞിട്ട് പിന്നെ അവർ പോയാൽ മതി എന്നുള്ളൊരാഗ്രഹം അതെനിക്കുണ്ട്. പക്ഷേ അതെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കണ കാര്യമല്ല. കാര്യം നമ്മൾ ഒരിക്കൽ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും മരിച്ചു തന്നെ വേണം. അപ്പോൾ ആ ഒരു സംഭവം, മരണം എന്ന് പറയുന്ന ഒരു സാധനം, എല്ലാവരും നമ്മൾ അതിനകത്തേക്ക് തന്നെ അറ്റ് ദ എൻഡ് പോണത്. പക്ഷേ അത് എല്ലാവർക്കും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പം എനിക്ക് പെയിൻഫുൾ ആയിട്ടുള്ളത് പോലെ തന്നെയായിരിക്കും എൻ്റെ ചുറ്റുമുള്ളവർക്കും അതങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ ഒരു സംഭവം, അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു മരണം എന്ന് പറയുന്ന ഫാക്ടർ നിങ്ങളെ എങ്ങനെയാണ് ജീവിതത്തിനകത്ത് എഫക്ട് ചെയ്തേക്കുന്നത്? അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ടിടുക. അപ്പൊ എനിക്ക് അത്ര തന്നെ ഇതിനകത്ത് പറയാനുള്ളൂ. അപ്പൊ എനിക്കിത് കണ്ടപ്പോഴത്തേക്കൊന്നും എനിക്ക് എൻ്റെ ഫീലിങ്സ് ഒന്ന് നിങ്ങളോട് പറയണമെന്ന് തോന്നിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പൊ മാക്സിമം നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, കാര്യം നമ്മളെ പറ്റി കെയർ ചെയ്യണവരെ ഒന്ന് നമ്മളും തിരിച്ച് കെയർ ചെയ്യാൻ നോക്കുക. കാര്യം എപ്പോഴും അവർ നമ്മുടെ കൂടെ ഉണ്ടായെന്ന് വരില്ല. അവരുള്ള സമയം നമ്മളവരെ കെയർ ചെയ്യാമെന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പൊ എനിക്ക് അത്ര തന്നെ ഇതിനകത്ത് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.